പച്ച മാങ്ങ കൊണ്ടുള്ള ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ണാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതെൻ്റെ റെസിപ്പി അല്ല, എൻ്റെ മോൾ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അവൾ ഇങ്ങനത്തെ കുറച്ച് തട്ടിക്കൂട്ട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കും, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചമാങ്ങയെന്ന് ഞാൻ പറഞ്ഞാൽ ചെനച്ച മാങ്ങയാണ് ഇതിന് നല്ലത്. ഒരു മാങ്ങ എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് പീസാക്കി എടുത്തു. ഒരു ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് ചെറിയുള്ളി, ഒരു 2 പച്ചമുളക്, അതും കൂടെ ഒന്ന് ചതച്ചെടുത്തു. ഇനി ഈ ചതച്ചതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കുറച്ച് മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി ഇടണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചതച്ച് കൊടുക്കണം. ഇനി ഒരുപാട് ചതയ്ക്കണ്ട, ആ മുളക് പൊടിയും ആ ഉപ്പും എല്ലാം കൂടെ മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ചതച്ചെടുക്കാം. ഇനി നേരെ ഒരു വാഴയിലേക്കകത്തോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇതുപോലെ കൈകൊണ്ട് ഒന്നുകൂടെ അങ്ങ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ആ വായിലൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തി എന്ന് പറയാം. എന്നിട്ട് നല്ല ചൂട് കുത്തരി ചോറിനോടൊപ്പം ഈ ഒരു ചമ്മന്തി അങ്ങ് കുഴച്ച് ഉരുട്ടി അങ്ങ് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. ഇവിടെ കുട്ടികൾക്ക് പോലും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.